ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈശോ മിശിഹായുടെ തിരുരക്ത അഭിഷേക പ്രാർത്ഥനയാണ്. നമുക്കറിയാം, ഈശോ മിശിഹായുടെ തിരുരക്തം നമ്മെ വിശുദ്ധീകരിക്കും, നമുക്ക് സൗഖ്യം നൽകും, അഭിഷേകം നൽകും. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്, കർത്താവായ ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന്. സ്നേഹമുള്ളവരെ, ഈശോയുടെ അമൂല്യ തിരുരക്തത്തോടുള്ള ഭക്തി ഇന്നലെയോ ഇന്നോ ആരംഭിച്ചതല്ല. അതിൻ്റെ വേരുകൾ കുരിശിൽ തന്നെ ആരംഭിക്കുന്നു. അപ്പോസ്തലന്മാരും ആദ്യകാല ക്രൈസ്തവരും ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് മനുഷ്യന് രക്ഷ ലഭിച്ചതെന്ന് ധൈര്യമായി പ്രഖ്യാപിച്ചു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായുടെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന്. അതുപോലെ വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം: അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശോ മിശിഹായുടെ തിരുരക്തം രക്ഷയുടെ അടയാളമാണ്, സൗഖ്യത്തിൻ്റെ പ്രതീകമാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ നിരവധി വിശുദ്ധന്മാർ ഈ രഹസ്യം കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുകയും വിശ്വാസികളെ അതിലേക്ക് നയിക്കുകയും ചെയ്തു. 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ച സിയന്നായിലെ വിശുദ്ധ കാതറിൻ തൻ്റെ രചനകളിലും ആത്മീയ ഗ്രന്ഥങ്ങളിലും ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം എന്ന പ്രയോഗം ആവർത്തിച്ച് ഉപയോഗിച്ചു. അതുപോലെ 9-ാം പിയൂസ് മാർപ്പാപ്പ, 23-ാമൻ ജോൺ മാർപ്പാപ്പ തങ്ങളുടെ രചനകളിലും പ്രബോധനങ്ങളിലും ഈശോ മിശിഹായുടെ തിരുരക്തത്തോടുള്ള ഭക്തിയും വിശ്വാസവും വിശ്വാസികളെ പഠിപ്പിച്ചു. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേക പ്രാർത്ഥനയാണ് ഈശോ മിശിഹായുടെ തിരുരക്തത്തോടുള്ള പ്രാർത്ഥന. പ്രത്യേകിച്ച് രോഗസൗഖ്യത്തിനായിട്ട് 7 ദിവസം അടുപ്പിച്ച് ഈ പ്രാർത്ഥന നാം ചൊല്ലേണ്ടതാണ്. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളും ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ തിരുരക്ത അഭിഷേക സൗഖ്യ പ്രാർത്ഥന ജപിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കുരിശിലെ സഹനത്താലും എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട തിരുരക്തത്താലും ഞാൻ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ അമൂല്യ തിരുരക്തമേ, എൻ്റെ ശരീരവും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കണമേ. എൻ്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളയണമേ. തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ വീടും കുടുംബവും ജോലിയും പഠനവും ആരോഗ്യവും ഭാവിയും അഭിഷേകം ചെയ്യണമേ. ഭയവും നിരാശയും രോഗവും ദുഃഖവും എല്ലാ അനർത്ഥങ്ങളും അകന്നു പോകട്ടെ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ എനിക്ക് സമാധാനവും ആത്മീയ വളർച്ചയും ദൈവഹിതം നിറവേറ്റാനുള്ള കൃപയും നൽകണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ വിശുദ്ധ ഇഷ്ടപ്രകാരം നിറവേറ്റണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. ഓരോ നിമിഷവും എന്നെ നയിക്കണമേ, സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എനിക്ക് സൗഖ്യം നൽകണമേ. ഒരു നിമിഷം നമ്മുടെ രോഗാവസ്ഥകളെയും രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ അമൂല്യ തിരുരക്തമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഈശോയുടെ അമൂല്യ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോയുടെ അമൂല്യ തിരുരക്തമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈശോയുടെ അമൂല്യ തിരുരക്തമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായുടെ തിരുരക്താഭിഷേക പ്രാർത്ഥന നമുക്ക് ജപിക്കാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം.
ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.